ഒർലൻഡോയിലെ പൾസ് എന്നൊരു LGBT നൈറ്റ് ക്ലബ്ബിൽ ഒമാർ മറ്റീൻ എന്നൊരു തീവ്രവാദി ഒറ്റയ്ക്ക് 50-ലധികം പേരെ വധിക്കുകയും അത്രയും പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ലോകം ഞെടുക്കത്തോടെയാണ് കേട്ടത്. സ്വന്തം വിശ്വാസങ്ങൾക്ക് അനുരൂപമല്ലാത്ത ജീവിത രീതി സ്വീകരിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ഈ ഭീകരാക്രമണത്തിലൂടെ ഈ തീവ്രവാദി ലോകത്തിന് നൽകിയത്. തീവ്രവാദ പ്രവർത്തനം ലോക ജനതയ്ക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതുതന്നെയാണ്. തങ്ങളുടെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരായുള്ള ഒരു ജീവിത രീതിയും വിശ്വാസ പ്രമാണവും വച്ചുപൊറുപ്പിക്കാൻ അവർ ആരെയും അനുവദിക്കില്ല. അസഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവമാണ് തീവ്രവാദത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. മറ്റാരെയും പോലെ സ്വന്തം ജീവിത രീതി പിന്തുടരാൻ LGBTക്കും ലോകത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യത്തിൻ്റെ മൂലപ്രമാണം എന്നത് സ്വന്തമായ വിശ്വാസവും ജീവിത പ്രമാണവും അനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്നതാണ്. ഇതിന് കടുത്ത ഭീഷണി ഉയർത്തുന്നത് തീവ്രവാദികളുടെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സെക്സ് സ്ലേവ്സ് അഥവാ ലൈംഗിക അടിമകളാകാൻ വിസമ്മതിച്ച യസീദി പെൺകുട്ടികളെ ജീവനോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് കത്തിച്ച സംഭവവും നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അതിക്രൂരമായ മനുഷ്യാവകാശങ്ങളുടെ തുറന്ന ലംഘനമാണ് നമ്മൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കാണുന്നത്. ലോക ജനത ഒന്നടങ്കം സ്വന്തം മതവിശ്വാസങ്ങൾക്ക് അതീതമായി അപലപിക്കുകയും വിലക്കുകയും ചെയ്യേണ്ട മനുഷ്യത്വത്തിന് എതിരായുള്ള കൊടും പാതകങ്ങളാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ. കഴിഞ്ഞൊരു ദിവസം ഒരു മലയാളം ദിനപത്രത്തിൽ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ഒരു ലേഖനം വന്നത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സ്വന്തം മതങ്ങളിലെ തീവ്രവാദത്തെ ഒരു കാരണവശാലും മതനേതാക്കൾ ന്യായീകരിക്കരുത്. നീതി നിഷേധത്തിൻ്റെ പേരിലുള്ള തീവ്രവാദത്തെക്കുറിച്ചാണ് ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഏതുതരത്തിലുള്ള തീവ്രവാദമാണെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ, അവർ മതവിശ്വാസികളാകട്ടെ, അതിനെ എതിർക്കണം, നിഷേധിക്കണം, സമൂഹത്തിൽ വളരാൻ സമ്മതിക്കരുത് എന്ന സന്ദേശം ആ ലേഖനത്തിൽ കാണാൻ കഴിഞ്ഞില്ല. മതപണ്ഡിതന്മാരും മതനേതാക്കളുമാണ് വഴിതെറ്റിപ്പോകുന്ന യുവ മനസ്സുകളെ തീവ്രവാദത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ക്രിയാത്മകമായ വഴികളിലൂടെ അസമത്വത്തിനെതിരെ പൊരുതാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത്. കേരളം പോലെ സർവ്വമതങ്ങളും സഹിഷ്ണുതയോടെ കഴിയുന്ന ഒരു സംസ്ഥാനത്ത് തീവ്രവാദം അഴിച്ചുവിടാൻ സാധ്യതയുള്ള അപായങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസവും ജീവിത രീതിയും തുടർന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് തീവ്രവാദം കവർന്നെടുക്കുന്നത്. അത്തരം തീവ്രവാദത്തിനെതിരെ സജീവമായി പ്രതികരിക്കാനും അത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് പൊതുജന മധ്യത്തിൽ സംശയലേശമന്യേ വിളിച്ചു പറയാനും സ്വന്തം മതത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ വളർച്ചയുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യാനും ഇവിടുത്തെ മതനേതാക്കൾ തയ്യാറാകണം. സമാധാനമായി മതവിശ്വാസം പുലർത്തുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം മതവിശ്വാസികൾ, അത് ഏതു മതവുമാകട്ടെ, തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാട് ഒരു മാരക രോഗത്തിനെതിരെ എന്ന നിലയിൽ സ്വീകരിക്കാത്തതാണ് നമ്മുടെ ഇടയിൽ അവിടെവിടെ കാണുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരാൻ പ്രധാന കാരണം. തീവ്രമായ മതനിലപാടുകൾ എന്നും അന്യമതസ്ഥരുടെ സ്വൈരജീവിതം തകർക്കുമെന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന സഹിഷ്ണുത ഇല്ലാതാക്കുമെന്നുമുള്ള സത്യം ഇതുവരെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മതവിശ്വാസത്തെ സ്വന്തം അനുയായികൾക്കുള്ളിൽ നിയന്ത്രിച്ചു നിർത്തുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസവും ജീവിത രീതിയും പിന്തുടരുന്നവരെ അപായപ്പെടുത്തുന്ന രീതിയിൽ വളർത്താതിരിക്കുകയും ചെയ്യുമെന്ന ശക്തമായ നിലപാടുകൾ ഇവിടുത്തെ മതനേതാക്കൾ സ്വീകരിക്കണം. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭീഷണിയായി മത തീവ്രവാദം വളർന്നിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പൊതുജീവിതത്തിൽ മതത്തിൻ്റെ കടന്നുകയറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ മത തീവ്രവാദവും നമ്മുടെ ഇടയിൽ സ്ഥാനമുറപ്പിക്കും. അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മതവിശ്വാസത്തിന് എതിരായതിനാൽ മറ്റൊരു ജീവിത രീതി സ്വീകരിച്ചവരെ കൊന്നുവീഴ്ത്താൻ ഒരു മതവും അനുവാദം നൽകരുത്. ഇത് കുരിശുയുദ്ധം നടന്ന ഇരുണ്ട യുഗങ്ങളല്ല, മനുഷ്യർ ആകാശം കീഴടക്കിയ 21-ാം നൂറ്റാണ്ടാണ്. ഒർലൻഡോയിലെ ആക്രമണത്തിൽ വ്യക്തമായി കണ്ടത് ലോകത്തെ മതതീവ്രവാദികൾ തുടർന്നു പോരുന്ന അസഹിഷ്ണുതയുടെ നേർചിത്രമാണ്.
അത്തരം അസഹിഷ്ണുതയെ മതത്തിൻ്റെ പേരിൽ വച്ചുപൊറിപ്പിക്കില്ലെന്ന് കേരളം ഉൾപ്പെടെ ലോകത്തെ എല്ലാ ജനസമൂഹവും ഒന്നിച്ചു പ്രഖ്യാപിച്ചാലേ നമുക്കൊന്നിച്ച് മതതീവ്രവാദത്തെ നേരിടാനാകൂ, വഴിതെറ്റിപ്പോകുന്ന യുവ മനസ്സുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകൂ. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മതത്തെ ഭരണത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി നിർത്തണമെന്നാണ്. മതസ്വാധീനം തീവ്രവാദത്തെ വളർത്തുന്ന കാലാവസ്ഥയുണ്ടാക്കും. തീവ്രവാദം സഹിഷ്ണുതയ്ക്കെതിരെ ആക്രമണം നടത്തും. ഒർലൻഡോയിൽ നടന്നതുപോലെ കേരളത്തിലും തങ്ങളുടെ വിശ്വാസത്തിന് എതിരായ വിശ്വാസം പുലർത്തുന്നവരെ കൊന്നുവീഴ്ത്താൻ അത് പ്രേരണ നൽകും. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടികൾ ഭരിച്ചിരുന്ന സോവിയറ്റ് യൂണിയനിലും ഇപ്പോൾ ചൈനയിലും എഥീസം അല്ലെങ്കിൽ നിരീശ്വരവാദമാണല്ലോ സ്റ്റേറ്റിൻ്റെ മതം. കാൾ മാർക്സ് പറഞ്ഞ മനുഷ്യനെ മയക്കുന്ന ഓപ്പിയമാണ് മതമെന്നും ലെനിൻ പറഞ്ഞ അധ്വാനവർഗത്തെ അടിമത്തത്തിൽ തുടരാൻ സഹായിക്കുന്ന ഉപകരണമാണ് മതമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇലക്ഷനിൽ കുറെ വോട്ട് നേടാനായി മത നേതാക്കളെയും അവർ നയിക്കുന്ന വിഭാഗങ്ങളെയും ഇതര വിഭാഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഇന്നലെ നടത്തിയ പ്രഖ്യാപനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അപകീർത്തിപ്പെടുത്തുന്ന വോട്ട് നേടാനുള്ള തന്ത്രങ്ങളായാണ് കേരള ജനത കാണുന്നത്. ഇത്തരം നിലപാടുകളിൽ നിന്നും പിന്നോക്കം പോയി എല്ലാ മതനേതാക്കളിൽ നിന്നും കൃത്യമായ ദൂരം പുലർത്തുന്ന സഹിഷ്ണുതയുടെ ഭരണമാണ് കേരള ജനത ആവശ്യപ്പെടുന്നത്. ഒർലൻഡോയിലെ ഭീകരാക്രമണം മനുഷ്യന് സ്വതന്ത്രമായ ജീവിത രീതി പുലർത്താനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ധ്വംസനമാണ്. ഇത് മതതീവ്രവാദത്തിൻ്റെ അസഹിഷ്ണുതയും ഭീകരതയും ഉയർത്തുന്ന ഭീഷണിയാണ്. സകല മതവിഭാഗങ്ങളും സമഭാവനയോടും സഹിഷ്ണുതയോടും കഴിയുന്ന കേരളത്തിലെ മതവിശ്വാസികളും അല്ലാത്തവരും ഒരുമിച്ച് ഈ ഭീഷണിയെ ചെറുത്തു തോൽപ്പിക്കണം. സ്വതന്ത്രമായ ജീവിത രീതി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കണം.